ഇതെങ്ങനെ ചെയ്യാൻ പറ്റും എന്നതിനുള്ള ഒരു വഴികളൊന്നുമല്ല ഞാൻ കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്. ഇത് നടക്കത്തില്ല, ഇത് ശരിയാവത്തില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ അതിനെക്കുറിച്ച് മാത്രമായിരുന്നു ഞാൻ എപ്പോഴും. ഇത് നടക്കത്തില്ല, ഇത് ശരിയാവത്തില്ല എന്നുള്ള കാര്യത്തെക്കുറിച്ച് മാത്രമുള്ള 100 കാര്യങ്ങളാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് മാത്രമാണ് അത് നടക്കാതെ പോയത്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്, ഞാൻ ഒരു 3 to 4 ഇയേഴ്സിന് ശേഷം എൻ്റെ ഐബ്രോസ് ഒന്ന് ത്രെഡ് ചെയ്തപ്പം എനിക്ക് വന്ന കുറേ മാറ്റങ്ങളാണ് കേട്ടോ. ഇത് ഡെലിവറി കഴിഞ്ഞിട്ടിരുന്ന ആൾക്കാർക്കോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുള്ള ആൾക്കാർക്കോ അല്ലെങ്കിൽ പൊതുവെ സ്ത്രീകൾക്കൊക്കെ ഇത് എവിടെയെങ്കിലുമൊക്കെ ഒരു യൂസ്ഫുൾ ആകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അതായത് എനിക്ക് 2 മക്കളാണുള്ളത്. സെക്കൻഡ് ഡെലിവറി കഴിഞ്ഞ് ഫസ്റ്റിലാണെന്നുണ്ടെങ്കിലും പ്രഗ്നൻ്റ് ആയ സമയത്ത് തൊട്ട് ഞാൻ ത്രെഡ് ചെയ്യാറില്ല. പിന്നെ ഈ ത്രെഡിങ്ങൊക്കെ വല്ലപ്പോഴും ഒരു ഓപ്ഷനായിട്ട് മാത്രമാണ് ഞാൻ വിചാരിച്ചിരുന്നത്. കാരണം നമ്മളൊന്ന് ത്രെഡ് ചെയ്താൽ പോലും അതിനെ കളിയാക്കുന്ന ആൾക്കാരായിരുന്നു എനിക്ക് ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ആരെങ്കിലും എന്നെ എന്തെങ്കിലും കളിയാക്കുമോ എന്തെങ്കിലും പറയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ആ ഒരു കാര്യം ചെയ്യത്തില്ല. കാരണം എനിക്ക് പിന്നെ ഇവരെന്തെങ്കിലും പറയുമോ എന്നെ കളിയാക്കുമോ ആ ഒരു പേടിയായിരിക്കും എപ്പോഴും എൻ്റെ മനസ്സിൽ. അതുകൊണ്ട് തന്നെ എനിക്ക് എത്ര ഇഷ്ടപ്പെട്ട കാര്യമാണെങ്കിൽ പോലും ഈവൻ അതെന്നെ എന്നെ ഒരുപാട് എൻ്റെ ലുക്സിനെ ഒരുപാട് ബെറ്റർ ആക്കുന്ന അല്ലെങ്കിൽ എനിക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും എന്നെ ഒരാൾ കളിയാക്കിയാൽ അല്ലെങ്കിൽ ഇപ്പോൾ അവർക്ക് ചിലപ്പോൾ ഞാനിത് ചെയ്യുന്നത് കൊണ്ട് അവർക്ക് ചിലപ്പോൾ ഇഷ്ടമില്ലായിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ എനിക്കൊരു ഡ്രസ്സ് ഈ ഒരു കളറാണ് എനിക്കിഷ്ടം, അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കളറ് ഒരു ഡ്രസ്സ് എടുക്കാൻ പോയി, പക്ഷേ എനിക്കത് ഇഷ്ടപ്പെട്ടു. പക്ഷേ കൂടെ വന്നയാൾക്ക്, അതെൻ്റെ ഹസ്ബൻഡല്ല കേട്ടോ, അപ്പോൾ കൂടെ വരുന്ന ഒരാൾക്ക് ഞാനത് എടുക്കുന്നത് ഇഷ്ടമില്ല. അവർ വേറൊരു കളറ് സജസ്റ്റ് ചെയ്തു. അപ്പം ഞാനതെടുക്കും. ചിലപ്പോൾ ഞാനതെടുത്തില്ലെങ്കിൽ അതെടുക്കാത്തതിന് ചില പ്രശ്നം എന്തെങ്കിലും കുറ്റം പറയുന്ന ആൾക്കാരായിരിക്കും ചിലപ്പോൾ കൂടെയുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ചെറിയ കാര്യങ്ങൾ പോലും അങ്ങനെ മാറ്റി വെച്ചിട്ട് അവസാനം എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു ഇഷ്ടങ്ങൾ പോലും ഇല്ലാതെയായി. എൻ്റെ ഇഷ്ടങ്ങൾ എന്താണ്, എൻ്റെ ടേസ്റ്റ് എന്താണെന്ന് പോലും എനിക്കറിയാത്തൊരവസ്ഥയായിപ്പോയി. ഇത് കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഞാൻ എന്താണെന്നോ എനിക്ക് എൻ്റെ ഇഷ്ടങ്ങൾ എന്താണെന്നോ പോലും എനിക്ക് തന്നെ അറിയാത്തൊരവസ്ഥയായിപ്പോയി. ഇത് നമ്മൾ ചെറിയ കാര്യങ്ങളിൽ അങ്ങനെ ചെയ്ത് തുടങ്ങുമ്പം, നമ്മൾ കോംപ്രമൈസ് ചെയ്ത് കൊടുക്കുമ്പോൾ പക്ഷേ അത് നമ്മുടെ ഒരു ശീലമായി മാറുകയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് എത്ര വലിയ കാര്യങ്ങളുണ്ടെങ്കിലും നമ്മളതങ്ങ് വിട്ടുകൊടുക്കാൻ തോന്നും. വിട്ടുകൊടുക്കുന്നത് ഒരു മോശം സ്വഭാവമാണെന്നല്ല, പക്ഷേ നമുക്ക് ഒരു നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് എടുക്കുന്നത് അല്ലെങ്കിൽ ഈവൻ ഈ ത്രെഡ് ചെയ്യുന്ന കാര്യങ്ങൾ അതൊക്കെ നമ്മുടെ ഒരു ഇതൊക്കെ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇതൊന്നും ഒരിക്കലും ഒരു തെറ്റായിട്ടുള്ളൊരു കാര്യമല്ല. പക്ഷേ അതിനെ വരെ വളരെ മോശമായിട്ട് പറയുന്ന ആളുകളുമുണ്ട്. അപ്പം നമ്മൾ അവർക്ക് വേണ്ടി നമ്മുടെ ഓരോരോ കാര്യങ്ങൾ നമ്മൾ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ചെറിയ കാര്യങ്ങൾ അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ വലിയ കാര്യങ്ങളിൽ പോലും ചിലപ്പോൾ നമ്മുടെ കരിയർ വൈസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ലൈഫിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വരുമ്പം പോലും നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാതെ പോകും. അങ്ങനെ സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരാൾക്ക് ഒട്ടും കോൺഫിഡൻസും സ്വന്തമായിട്ടൊരു തീരുമാനങ്ങളൊന്നും എടുക്കാനുള്ളൊരു കഴിവില്ലാതായിപ്പോവും. അതൊരിക്കലും നല്ലതല്ല. അവനവൻ്റെ നമ്മുടെ ഒരു കോൺഫിഡൻസ് കളയുന്ന ഒരു സ്വഭാവമാണ്. നമുക്കൊരിക്കലും ഒരു കോൺഫിഡൻസോട് കൂടി ഒരു സ്ഥലത്തും പോയി നിൽക്കാൻ പറ്റത്തില്ല. ഇവനൊരു ഇൻ്റർവ്യൂവിന് പോയിട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു ഇൻ്റർവ്യൂവിൽ നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാരണം നമുക്ക് അങ്ങനെയുള്ള കോൺഫിഡൻസൊക്കെ പോയി. ഞാൻ ഏത് ഇൻ്റർവ്യൂവിന് പോയിട്ടുണ്ടെങ്കിലും അവിടെയൊക്കെ എനിക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനും ഒക്കെ പറ്റിയിരുന്നു. പക്ഷേ എൻ്റെ ഇങ്ങനെയുള്ള സ്വഭാവം മൂലം ഞാൻ ഇൻ്റർവ്യൂവിന് പോയെന്നല്ല, പക്ഷേ എനിക്ക് ഒന്നിലും കോൺഫിഡൻസ് ഇല്ലാതെയായി. എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാനൊന്ന് കണ്ണെഴുതിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കണ്ണെഴുതേണ്ട കാര്യം തന്നെ, അതിൻ്റെ ആവശ്യമില്ല, അങ്ങനെ പറയും, ഞാനതങ്ങ് ചെയ്യും. അപ്പോൾ അങ്ങനെയായിരുന്നു. എനിക്ക് സ്വന്തമായിട്ട് ഒരു അഭിപ്രായങ്ങളോ തീരുമാനങ്ങളോ ഇതൊന്നും ഇല്ലാതെ അങ്ങനെ കുറേ ഇയേഴ്സ് അങ്ങ് പോയി. പതുക്കെ എനിക്ക് എൻ്റെ ഇഷ്ടങ്ങൾ എന്താണെന്ന് ഇതൊന്നും എനിക്കറിയാതെ പോയി. വല്ലാത്തൊരു ലൈഫ്. പക്ഷേ അത് അപ്പോഴും ഞാനത് ശരിയല്ല അങ്ങനെയൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. എനിക്കങ്ങനെയൊന്നുമില്ല, അവരുടെ തീരുമാനം അതല്ലേ, നമ്മളും അത് തന്നെ, ആ ഒരു രീതിയിലങ്ങ് പോയി. പക്ഷേ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് പക്ഷേ കുറേ ചില ആൾക്കാർ കുറേ കഴിയുമ്പോഴത്തേക്കും ചില ആൾക്കാർ നമ്മുടെ ലൈഫിലേക്ക് നല്ല കുറേ ആൾക്കാർ വരും. അത് നമ്മളെ തന്നെ വാല്യൂ ചെയ്യണമെന്ന് നമ്മളെ പഠിപ്പിച്ച് തരാൻ ഉള്ള ചില ആൾക്കാരായിരിക്കും. പിന്നെ അങ്ങനെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഇതുപോലെ നമുക്ക് റിയലൈസേഷൻ തരുന്ന കുറേ ആൾക്കാർ വരും. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ പഠിക്കാൻ തുടങ്ങി. പിന്നെ ലൈഫിൽ വളരെ മോശം സിറ്റുവേഷൻസൊക്കെ ഉണ്ടായപ്പം എനിക്കവിടെ എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരു സിറ്റുവേഷൻസ് ഉണ്ടായി. തന്നെ ഹാൻഡിൽ ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ വന്നു. അപ്പോഴൊക്കെ എൻ്റെ ശീലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, എനിക്ക് എൻ്റെ ചെറിയ കാര്യങ്ങളിൽ പോലും എനിക്ക് എൻ്റേതായിട്ടുള്ള തീരുമാനം എടുക്കാനായിട്ട് അറിയില്ല. ആ ഒരു കാര്യം കാരണം എനിക്ക് എന്ത് ചെയ്യണം ഏത് ചെയ്യണം അങ്ങനെയൊന്നും അറിയത്തില്ല. പക്ഷേ അങ്ങനെയുള്ള ഒരാളല്ല ഞാൻ.
എനിക്കതിനായിട്ടുള്ള കേപ്പബിലിറ്റി ഉണ്ട്, എനിക്കതിന് പറ്റും. പക്ഷേ പല സാഹചര്യങ്ങളും കാരണം ഞാൻ തന്നെ അത് നഷ്ടപ്പെടുത്തിയതെന്ന് പറയാം. ചിലപ്പോൾ നമുക്കുള്ള പേടിയായിരിക്കും, ചിലപ്പോൾ തുറന്നു പറയാനുള്ള മടിയായിരിക്കും, അല്ലെങ്കിൽ നോ പറയാനായിട്ട് പറ്റാത്തതിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, എന്തെങ്കിലും കൊണ്ടുള്ള കാരണങ്ങളാൽ ഞാൻ തന്നെ നഷ്ടപ്പെടുത്തിയ എൻ്റെ കുറേ കഴിവുകളാണെന്നുള്ളത് ഞാൻ പിന്നീടത് റിയലൈസ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ അതിനുശേഷം എനിക്ക് ഭയങ്കരമായിട്ട് ഒരു നഷ്ടബോധവും ഭയങ്കര വിഷമമൊക്കെ തോന്നി. ഞാൻ എൻ്റെ കുറേ നല്ലൊരു ടൈം, നല്ല ബ്യൂട്ടിഫുൾ അല്ലെങ്കിൽ ഗോൾഡൻ ടൈമാണ് ഞാൻ വേസ്റ്റ് ചെയ്തതെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഈ ഒരു കണ്ണെഴുതുന്നതും ത്രെഡ് ചെയ്യുന്നതുമൊക്കെ ഇത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചിന്തിക്കുന്നവരോട്, അതെ, ഒരു പെണ്ണിനെ സംബന്ധിച്ച് അതൊക്കെ അവൾക്ക് ഏറ്റവും വലിയൊരു കാര്യമാണ്. ഈ ഒരുങ്ങി നടക്കുന്നതിൻ്റെ അർത്ഥം ഒരുപാട് പുട്ടിയടിച്ച് മേക്കപ്പ് ഇട്ട് നടക്കണം എന്നൊന്നുമല്ല. നമുക്ക് ഒന്ന് ത്രെഡ് ചെയ്തൊന്ന് കണ്ണൊക്കെ എഴുതി പോയിട്ടുണ്ടെങ്കിലും ഒന്ന് ഒരുങ്ങി പോകുന്നത് ഒരു പെണ്ണിന് അത് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ പതുക്കെ എൻ്റെ ആ ചിന്തകളിൽ നിന്നൊക്കെ എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണമെന്ന് എനിക്ക് തോന്നി. ഈവൻ എന്നോട് ഒരാൾ മോശമായിട്ട് പെരുമാറിയാൽ, ഈ മോശം എന്ന് പറയുമ്പം നമ്മളെ കഴിഞ്ഞും ഏജ് കൂടുതലുള്ള ചില ആൾക്കാരുണ്ട്. അവരുടെ വിചാരം അവർക്ക് നമ്മളോട് എന്തും പറയാം, എന്തും ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ആ ഒരു രീതിയിൽ ഞാൻ എന്നോട് എന്ത് ചെയ്താലും ഞാനൊന്നും മിണ്ടത്തില്ല. ചിലപ്പോൾ അത് വളരെ മോശം പ്രവൃത്തിയായിരിക്കും, മോശം വാക്കുകളായിരിക്കും, നമ്മളെ ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്യുന്നതൊക്കെ ആയിരിക്കും, ഈവൻ എന്തോ ആയിക്കോട്ടെ. പക്ഷേ എന്ത് ചെയ്താലും എനിക്ക് റിയാക്ട് ചെയ്യാൻ അറിയത്തില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പം ഞാൻ തന്നെ എൻ്റെ വാല്യൂ അവിടെ കളയുവാണെന്നുള്ളത് ഞാൻ പിന്നീട് അത് റിയലൈസ് ചെയ്തു. അതായത് നമ്മളുടെ നേരെ ഒരാൾ മോശമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് വാക്കുകൊണ്ടായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, നമുക്കത് ഇങ്ങനെ വേണ്ട, എനിക്കത് ഇഷ്ടമല്ല എന്ന് നമുക്ക് പറയാനുള്ള അധികാരമുണ്ട്, ഉണ്ടാവണം. അപ്പോഴേ നമുക്ക് അവിടെ ഒരു കോൺഫിഡൻസിൻ്റെ ആ ഒരു ലെവൽ നമുക്ക് കൂട്ടിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അത്രയും. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെപ്പോഴും പാവമായിട്ടിരിക്കുന്നതായിരിക്കും ഈ കൂട്ടർക്കെല്ലാം ഭയങ്കര ഇഷ്ടം. നമ്മൾ പാവമായിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യാനും അതും പറയാനൊക്കെ എപ്പോഴും ആൾക്കാരുണ്ടാവുള്ളൂ. കൂടെ നമ്മളെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ല, ഒരു കഴിവുമില്ല എന്നുള്ളൊരു കാര്യവും ചിലപ്പോൾ കേൾക്കേണ്ടി വരും. ഇനി നമ്മൾ കുറച്ച് ബോൾഡായി നമ്മളെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, തിരിച്ച് ഒന്ന് റിയാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, അവൾ അഹങ്കാരിയായി, തൻ്റെടിയായി, ദേഷ്യക്കാരിയായി, ഇല്ലാത്ത ഒരു ടാഗുകളൊക്കെ കേൾക്കുകയും ചെയ്യും. അപ്പോൾ എന്ത് ചെയ്താലും നമ്മൾക്ക് ഈ കുറ്റങ്ങൾ കേൾക്കും. അത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഒരു കാര്യം, നമ്മൾ ഒരാളെയും നോക്കേണ്ട കാര്യമില്ല. നമ്മുടെ ലൈഫിലെ സിറ്റുവേഷൻസൊക്കെ എപ്പോഴും നമുക്ക് മാത്രമേ അറിയുള്ളൂ. എൻ്റെ ലൈഫിൽ മോശം സിറ്റുവേഷൻസൊക്കെ ഉണ്ടായപ്പം എന്നെ ഈ പറഞ്ഞിട്ടുള്ള ആൾക്കാരും ആയിരുന്നില്ല എൻ്റെ കൂടെ ഉണ്ടായിരുന്നതും എന്നെ ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നതും ഒക്കെ. പലപ്പോഴും ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാനിങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ല, ഞാൻ കോൺഫിഡൻ്റ് ആവണം, എനിക്കതിന് മാറ്റങ്ങൾ വരണം എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. അപ്പോൾ പല റീൽസിലും കേൾക്കുന്ന പോലെ ഒരു പ്രത്യേക ഒരു സമയത്ത് എനിക്ക് താഴെ വരെ ഉണ്ടായിരുന്ന എൻ്റെ മുടി എനിക്ക് ഭയങ്കരമായിട്ടൊരു സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഞാനിവിടം വരെ കെട്ടിവെട്ടുകയൊക്കെ ചെയ്തു. ഞാൻ ആ ഒരു വീഡിയോസ് നമ്മുടെ യൂട്യൂബിലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ശരിക്കും അവിടെ തൊട്ട് എൻ്റെ മൈൻഡൊക്കെ ഭയങ്കരമായിട്ട് ചേഞ്ചായി തുടങ്ങി. എനിക്ക് ചേഞ്ച് വേണം, ഞാൻ ഇങ്ങനെ പോയാൽ പറ്റില്ല. കാരണം ഞാൻ പാവമായതുകൊണ്ട് തന്നെ എൻ്റെ ആ പാവത്തരത്തെ പലപ്പോഴും എല്ലാവരും എന്തും പറയാം എന്നുള്ള ഒരു രീതിയിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതായിട്ട് എൻ്റെ ലൈഫിൽ എന്നെ മോശമായിട്ട് ബാധിക്കാൻ തുടങ്ങി. അപ്പോൾ എന്നോട് എൻ്റെ ഹസ്ബൻഡും പറയും, അതായത് നമുക്ക് ചിലവർ പറഞ്ഞു തരും, നീ ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ല, നീ കുറച്ചുകൂടി ബോൾഡ് ആവണം, നീ തൊട്ടാവാടി ആയതുകൊണ്ട് നിന്നെ എല്ലാവരും ഇങ്ങനെ തളർത്താൻ വരും എന്നുള്ളൊരു കാര്യം നമുക്ക് പറഞ്ഞു തരുന്നത്. പക്ഷേ നമ്മൾ അത്രയും സ്നേഹമുള്ള, നമുക്ക് വിരലിൽ എണ്ണാവുന്ന ചുരുക്കം ചില ആളുകൾ മാത്രമേ ഉള്ളൂ. നീ ബോൾഡ് ആവണം, നിന്നോട് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ നീ തിരിച്ച് പറയണം എന്നുള്ളത് നമുക്ക് അത്രയും അത്ര അടുപ്പമുള്ള ആൾക്കാരും നമ്മളോട് സ്നേഹമുള്ള ആൾക്കാരും നമ്മുടെ കണ്ണും നിറഞ്ഞാൽ വിഷമം വരുന്ന ആൾക്കാരും മാത്രമേ പറഞ്ഞു തരുള്ളൂ. അല്ലാത്തവർ നിന്നെ ഇപ്പോൾ വന്നൊരു അടി തന്നാലും, നിൻ്റെ ഭാഗത്ത് ന്യായമുണ്ട്, പക്ഷെ നിനക്കൊരു അടി തന്നാലും നീ അത് കൊണ്ടുകൊണ്ട് നിൽക്കണം. കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ല, തിരിച്ച് പറയാൻ പാടില്ല. ചിലപ്പോൾ അവർ മൂത്തതായിരിക്കും, എന്തോ ആയിക്കോട്ടെ. ഈ പ്രായത്തിനൊന്നും അല്ല മര്യാദ കൊടുക്കേണ്ടത്, പ്രവർത്തിക്കുകയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രായം ചിലപ്പം ഒത്തിരി ഉണ്ടായിട്ടും പ്രവൃത്തി വളരെ മോശമാണെന്നുണ്ടെങ്കിൽ ഏതർത്ഥത്തിലാണ് ഈ പ്രായത്തിന് മര്യാദ കൊടുക്കേണ്ടത്? അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അങ്ങനെ ഞാൻ പതുക്കെ എൻ്റെ കാര്യങ്ങളിൽ പതുക്കെ ചേഞ്ച് വരുത്താൻ തുടങ്ങി. അങ്ങനെ പക്ഷേ സെക്കൻഡ് ബേബി ഉണ്ടായി ഒരു 3 years ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ചേഞ്ചിലേക്കൊക്കെ ചിന്തിച്ച് തുടങ്ങുന്നത്. അപ്പോൾ അതിനു മുന്നേയും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ എനിക്കൊരു മാറ്റം ഉണ്ടാക്കിയെടുക്കണം എന്ന് എനിക്ക് തോന്നി. അങ്ങനെ എൻ്റെ ഫസ്റ്റ് ഞാൻ ചെയ്തത് ത്രെഡ് ചെയ്യാനായിട്ടാണ് കേട്ടോ. ത്രെഡ് ചെയ്യാനായിട്ട് ഞാൻ എപ്പോഴും ചിന്തിച്ചിരുന്നത് 2 കുഞ്ഞു പിള്ളേരാണ്, എങ്ങനെയാണ് അവരെയും കൊണ്ട് പാർലറിൽ പോയി ത്രെഡ് ചെയ്യുന്നത്, പിന്നെ ഭയങ്കര വേദനയാണ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ്. പക്ഷേ ഇതെങ്ങനെ ചെയ്യാം എന്നുള്ള ഒരു കാര്യമല്ല ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത്. ഇത് നടക്കത്തില്ല, അതിനുള്ള കാരണങ്ങളായിരുന്നു ഞാൻ എപ്പോഴും കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്.
അപ്പം അങ്ങനെ ഞാൻ ആ രീതിയിലാണ് എൻ്റെ തോട്ട് പ്രോസസ്സാണ് പ്രശ്നം എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഒരു ദിവസം ഞാൻ ഓർത്തു എന്തായാലും വന്നോട്ടെ, എന്തായാലും നമുക്ക് എങ്ങനെയെങ്കിലും ഡീൽ ചെയ്യാം. അവിടെ ആൾക്കാർ കാണും, എല്ലാവരും മനുഷ്യന്മാരല്ലേ, അല്ലേ? എല്ലാവരും മനുഷ്യന്മാരാണ്. അതിൽ നല്ലവരും കാണും, ചീത്തയും കാണും, അല്ലേ? നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ ലൈഫിൽ കുറേ മോശം എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ട് നമ്മൾ എല്ലാവരും അവരങ്ങനെയായിരിക്കും ഇവരായിരിക്കും നമ്മൾ ഓൾറെഡി ജഡ്ജ് ചെയ്യും. പക്ഷെ അങ്ങനെ വേണ്ട. നമ്മൾ ചിലപ്പോൾ ഇതുവരെ മീറ്റ് ചെയ്ത, അല്ലെങ്കിൽ നമ്മളെ ഇൻസൾട്ട് ചെയ്ത, നമ്മളെ വിഷമിപ്പിച്ച ആളുകളെ പോലെ ആയിരിക്കത്തില്ല ചിലപ്പോൾ നമ്മൾ ഇനി മീറ്റ് ചെയ്യുന്ന ആൾക്കാർ. ദൈവം നമുക്ക് നല്ലതും കൊണ്ടുതരും തീർച്ചയായിട്ടും. അങ്ങനെ വളരെ ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും ഞാനത് ഇനിഷ്യേറ്റീവ് എടുത്ത് ഞാൻ ചെയ്തു. അവിടെ പാർലറിൽ ചെന്നപ്പോൾ അവിടെ 2-3 ചേച്ചിമാരൊക്കെ ഉണ്ട്. അവർ വളരെ സ്നേഹത്തോടെ എൻ്റെ കുഞ്ഞിനെ എടുത്ത് പിടിക്കുകയും അങ്ങനെയൊക്കെ ചെയ്ത് എൻ്റെ പിരിയൊക്കെ ത്രെഡ് ചെയ്ത് തന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഇപ്പോഴും ഞാൻ ആ ഒരു പാർലറിൽ തന്നെയാണ് പോകുന്നത്. പക്ഷേ ഇപ്പം മക്കളൊക്കെ കുറച്ചുകൂടി വലുതായി, ഒത്തിരി വലുതായെന്നല്ല, ഇത്തിരി കൂടെ വലുതായി. ഇപ്പം എനിക്ക് മൂത്തയാളെ സ്കൂളിൽ വിട്ടിട്ട് എനിക്ക് അങ്ങനെയൊക്കെ പോകുക എന്ന് വെച്ചാൽ ഞാൻ എന്നെ കുറേ കൂടി കെയർ ചെയ്യാൻ തുടങ്ങി. ഞാൻ പിരികം ത്രെഡ് ചെയ്യാനായിട്ട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അതിൻ്റെ കാര്യം എന്താ, പിരികമല്ലേ, അത് അവിടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞെടുത്ത് ഞാൻ ആ ഒരു അഭിപ്രായത്തെ തട്ടി മാറ്റി ഞാനത് ചെയ്തു. എഴുതണ്ട, അതിൻ്റെ ആവശ്യം എന്താ എന്ന് പറഞ്ഞെടുത്ത് ഞാനത് എഴുതി. ഞാൻ എപ്പോഴും കണ്ണെഴുതുന്ന ആളല്ല കേട്ടോ. പക്ഷേ എനിക്കത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഞാനത് ചെയ്യാൻ തുടങ്ങി. എന്നെ ലിപ്സ്റ്റിക് ഇട്ടതിന് വഴക്ക് പറഞ്ഞ ആൾക്കാരുണ്ട്. അതും കുറേ കൂടി ചെറിയൊരു പ്രായത്തിൽ, അതും ഒരുപാട് പേരുടെ മുന്നിൽ വെച്ചിട്ട് എന്നെ ഇൻസൾട്ട് ചെയ്തിട്ടുള്ളൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എപ്പോഴും എന്നെ ഒരു കെയർ ചെയ്യാനും, എനിക്ക് ലിപ്സ്റ്റിക് ഇടാനും, എനിക്ക് കണ്ണെഴുതാനും ഇതാക്കാൻ എനിക്കിഷ്ടമുണ്ടായിരുന്നു. പക്ഷേ നമ്മളുടെ ആ ഒരു ചിലപ്പോൾ ചെറിയൊരു പ്രായത്തിലൊക്കെ ആയിരിക്കും ഒരുപാട് പേരുടെ മുന്നിൽ വെച്ചിട്ട് കിട്ടിയ ആ ഒരു ഇൻസൾട്ടൊക്കെ ഉണ്ടല്ലോ, അത് വലുതായാലും നമ്മുടെ മനസ്സിൽ നിന്ന് മാറത്തില്ല. പിന്നെ ഇതൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുമ്പോൾ പോലും ഫസ്റ്റ് ആ കാര്യമായിരിക്കും നമുക്ക് ഓർമ്മ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പല കാര്യങ്ങളും എന്നെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഒന്നും ചെയ്യാതെ. അപ്പം അതൊക്കെ എൻ്റെ ബ്ലോക്കേജായിരുന്നു കേട്ടോ. എൻ്റെ മനസ്സിൽ കിടന്ന ബ്ലോക്കിങ്ങാണ്. നമ്മളെ മുന്നോട്ട് പോകാനായിട്ട് നമ്മളെ ബ്ലോക്ക് ചെയ്ത് നിർത്തുന്ന പല കാര്യങ്ങളുമാണ് അതൊക്കെ. അപ്പം നമ്മൾ എന്നതിനെ തരണം ചെയ്ത് വരുന്നു, നമുക്ക് ഒരുപാട് ചേഞ്ചസ് അപ്പത്തൊട്ടുണ്ടാകും എന്നുള്ളത് ഞാൻ പഠിച്ചു. അപ്പം ഞാൻ ആ ഒരു ത്രെഡൊക്കെ ചെയ്ത് അവിടുത്തെ കുറേ ആൾക്കാരോടൊക്കെ സംസാരിച്ച് ഇറങ്ങി കഴിഞ്ഞപ്പം എനിക്ക് എൻ്റെ ലൈഫിൽ എന്തൊക്കെയോ നേടിയ ഒരു സന്തോഷമായിരുന്നു. എന്നോട് നോ പറഞ്ഞ, ഞാൻ ചെയ്യേണ്ട എന്ന് പറഞ്ഞ് എന്നെ ബ്ലോക്ക് ചെയ്ത് നിർത്തിയ ആൾക്കാരുടെ മുന്നിൽ എനിക്ക് എൻ്റെ ഇഷ്ടം, അത് ചെറുതാണെങ്കിൽ കൂടി എനിക്ക് ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ള, നമുക്കറിയാം ഇത് തെറ്റായിട്ടുള്ള കാര്യമൊന്നുമല്ല. നമുക്കൊരു തെറ്റ് ചെയ്യുമ്പോഴാണ് നമുക്കതിനെക്കുറിച്ച് 100 തവണ ആലോചിക്കേണ്ടതും ഗിൽറ്റ് അടിക്കേണ്ടതും, അല്ല അയ്യോ ശരിയല്ല അങ്ങനെയൊക്കെ. നമുക്ക് നമ്മുടെ കാര്യത്തിന് വേണ്ടി നല്ല കാര്യം ചെയ്യുന്നതിന് നമ്മൾ ആരെയും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അന്ന് എന്നെ സംബന്ധിച്ച് എൻ്റെ ലൈഫിൽ ഞാനൊരു ഹാപ്പിയസ്റ്റ് ഡേ ആയിരുന്നു. അതൊരു സ്റ്റാർട്ടിങ് ആയിരുന്നു കേട്ടോ. അങ്ങനെ പല കാര്യങ്ങളും ഞാൻ ചെയ്ത് തുടങ്ങി. പല കാര്യങ്ങളും അത് ജസ്റ്റ് ഞാൻ പറഞ്ഞാൽ അതൊരു സ്റ്റാർട്ടിങ് ആയിരുന്നു. അതിനുശേഷം പലതും എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തു തുടങ്ങി. അപ്പോൾ എനിക്ക് ഞാൻ ജീൻസ് ടോപ്പ് ഇടുക അങ്ങനെയുള്ള കാര്യങ്ങൾ ഇടാറില്ലായിരുന്നു എന്നല്ല, ഇടാറുണ്ട്. പക്ഷേ എപ്പോഴും അതിനും ചെറുപ്പത്തിലൊക്കെ എനിക്ക് വേണ്ട, അത് ശരിയല്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത് നമ്മുടെ മനസ്സിൽ വരും പെട്ടെന്ന്. നമുക്ക് ഇപ്പം നമ്മുടെ മകൾക്കാണെങ്കിൽ കൂടി നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരെ ഇൻസൾട്ട് ചെയ്തിട്ടുള്ള വിഷമിപ്പിച്ചിട്ടുള്ള പല കാര്യങ്ങളും വലുതാവുന്നതും വരെ അവരുടെ മനസ്സിൽ കിടക്കും. നമ്മൾ പറഞ്ഞവർ മറന്നുപോകും. അതാണ്, കളിയാക്കിയവരും കുറ്റം പറയുന്നവരും അത് മറന്നുപോകും. പക്ഷേ ഇത് കേട്ടിട്ടുള്ള, അല്ലെങ്കിൽ ഇത് അഫക്റ്റ് ചെയ്തിട്ടുള്ള ആളെ ഇത് ഭയങ്കരമായിട്ട് മോശമായിട്ട് തന്നെ ബാധിക്കും. അങ്ങനെ നമുക്ക് കിട്ടുന്ന പല കാര്യങ്ങളും നമ്മൾ കുറേ വലുതാകുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ തന്നെ എടുത്ത് മാറ്റാൻ ശ്രമിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിനെ നമ്മൾ പോലും വിചാരിക്കാത്ത രീതിയിൽ ചിലപ്പോൾ മോശം സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് നമ്മളെപ്പോഴും വിചാരിക്കേണ്ട കാര്യം, നമുക്ക് എന്തൊക്കെ വിഷമങ്ങൾ അല്ലെങ്കിൽ ഇൻസൾട്ട് കിട്ടിയിട്ടുണ്ടോ അത് ഒരു വിഷമമായിട്ട് കൊണ്ട് നടക്കാതെ അതിനെ എപ്പോഴും ഒന്ന് മാറ്റിയെടുക്കാനായിട്ട് നോക്കുക എന്നുള്ളതാണ് ഏറ്റവും നമ്മൾ ട്രൈ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അതിനുശേഷം ഞാൻ ത്രെഡ് ചെയ്ത് ഞാൻ മാസത്തിലൊന്നാണ് ത്രെഡ് ചെയ്യാൻ പോകുന്നത്. വെച്ചാൽ ഒരു 2-3 ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേനും ഇവിടെയൊക്കെ വളരും. എനിക്ക് നമ്മുടെ മുഖത്തുണ്ടല്ലോ, നമ്മുടെ മുഖത്തിന് ഒരു സൗന്ദര്യവും ഒരു ഷേപ്പും, ശരിക്കും നമ്മുടെ മുഖത്തിൻ്റെ ഒരു സൗന്ദര്യമൊക്കെ കറക്റ്റ്, എല്ലാവരും സുന്ദരന്മാരും ഒക്കെ തന്നെയാണ്. എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള ഒരു ബ്യൂട്ടി ഉണ്ട്. അത് ശരിക്കും പ്രകടമാകുന്ന എപ്പോഴാണെന്നറിയാമോ? നമ്മുടെ ഐബ്രോസ് അല്ലെങ്കിൽ നമ്മുടെ ലിപ്സിനെയൊക്കെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് കീപ്പ് ചെയ്യുമ്പോൾ തന്നെയാണ് കേട്ടോ. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, നമ്മൾ ഐബ്രോസ് ഒന്നും ത്രെഡ് ചെയ്യാതെ ചുമ്മാ എന്നിട്ടിട്ട് നോക്കുക. അതിനുശേഷം ഐബ്രോസ് നല്ല ഷേപ്പിൽ, നമ്മുടെ ഫേസിന് ചേരുന്ന ഷേപ്പ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ നോക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് ആ ഒരു ഷേപ്പ് ചെയ്ത് ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുത്തിട്ട്, വേണമെങ്കിൽ കളർ ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് കൊടുത്തിട്ട് ആ 2 പിക്ക് നിങ്ങൾ തന്നെ എടുത്തൊന്ന് നോക്കുക. നിങ്ങൾ കണ്ണാടി ഒന്ന് നോക്കുക.
ഏതാണ് ഏറ്റവും നല്ലതെന്ന്. അപ്പോൾ മനസ്സിലാവും. നിങ്ങൾ എനിക്ക് എന്തിട്ടാൽ ചേരും, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ ഇരിക്കുന്നത് നല്ലതെന്ന് നിങ്ങൾ മറ്റുള്ളവരുടെ അഭിപ്രായം ചോദിക്കരുത് കേട്ടോ. ഞാനത് ചോദിക്കാറില്ല, ഞാൻ ആരോടും ചോദിക്കാറില്ല. കാരണം എന്നെ അനലൈസ് ചെയ്യുന്നത് എപ്പോഴും ഞാൻ തന്നെയാണ്. നമ്മൾ മറ്റുള്ളവരുടെ കയ്യിൽ നമ്മളെ അനലൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ വ്യൂ പോയിൻറ്റിലും ചിലപ്പോൾ അവർക്ക് നമ്മളോട് നല്ല ഒരു സ്നേഹം കാണണമെന്നില്ല. നമ്മുടെ മുന്നിൽ ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും, പക്ഷേ പുറകുവശത്ത് വേറെ പല രീതിയിലുള്ള ഇമോഷൻസും ചിലപ്പോൾ അവർക്ക് നമ്മളോടുണ്ടാവും. ചിലപ്പോൾ ദേഷ്യമായിരിക്കാം, പലതും. ചിലപ്പോൾ നമ്മളിനി ബെറ്റർ ആയിട്ടുണ്ടെങ്കിലോ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ട്. നല്ല ബെസ്റ്റ് ഫ്രണ്ട്സും ഉണ്ട് കേട്ടോ. അതെനിക്കുമുണ്ട്. അപ്പം എനിക്കെന്തെങ്കിലും ഒരു ത്രെഡ് ചെയ്ത് എടി നീ ഇതുവരെ ത്രെഡ് ചെയ്താൽ പോയി ത്രെഡ് ചെയ്യടി എന്ന് പറയുന്ന ആൾക്കാർ വരെയുണ്ട്. അപ്പോൾ നമുക്ക് നമ്മൾ തന്നെ നമ്മളെ കണ്ണാടിയിൽ നോക്കുക, എങ്ങനെ കാണുന്നതാണ് നല്ലത് എന്നുള്ളത്. അത് ചെക്ക് ചെയ്യുക, അതനുസരിച്ചിട്ട് വർക്ക് ചെയ്യാം. എനിക്ക് എന്താണ് വേണ്ടതെന്ന് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് എനിക്ക് തന്നെയാണ്, അല്ലേ? വേറെ ആർക്കുമല്ല. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളെ ഡിസൈൻ ചെയ്യുക. നമ്മുടെ മുടിയാണെന്നുണ്ടെങ്കിലും മുഖമാണെന്നുണ്ടെങ്കിലും എല്ലാം നമ്മൾ ആഴ്ചയിലൊന്ന് ഹെയർ ഓയിലൊക്കെ, ഞാനിപ്പോൾ മുടിയിലൊക്കെ ഓയിൽ തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ പരന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങുക. അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും എന്ന് വിചാരിക്കുകയേ വേണ്ട. എന്ത് വന്ന് പറഞ്ഞാലും നമ്മൾ അതിനെ മൈൻഡ് ചെയ്യാതെ, അല്ലെങ്കിൽ ഒരു ചെറിയൊരു മറുപടി കൊടുക്കേണ്ടടുത്താണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. അങ്ങനെ നമുക്കിഷ്ടമുള്ള കാര്യങ്ങളിൽ ചെറുതായിക്കോട്ടെ, ചെറിയ നമ്മുടെ ഇഷ്ടങ്ങൾ വേണ്ടെന്ന് വയ്ക്കുമ്പം നമ്മുടെ അത് ശീലമായി മാറും. ആ ശീലം നമ്മുടെ വലിയ ഇഷ്ടങ്ങളെയും വലിയ നഷ്ടങ്ങളൊക്കെയാണ് വരുത്തി വയ്ക്കുക അവസാനം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.